ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ക്യാപ് ക്രിയേഷൻ. ഈ ഫ്രെയിം കണ്ടപ്പം എവിടെയെങ്കിലും ഓർമ്മയുണ്ടോ? പണ്ട് നമ്മളൊരു മണ്ഡല ആർട്ട് കഥകളിയുടെ മുഖം വെച്ച് ചെയ്തു. അതിൻ്റെ ബാക്കിയാണ്. അപ്പം ഇത് ആദ്യം തന്നെ ഒരു ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് ആ ഫ്രെയിം നന്നായിട്ട് പെയിൻറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ക്യാൻവാസ് എന്ന് പറയുന്നത് എൻ്റെ ഒരു പണ്ട് ഞാൻ മുമ്പ് ചെയ്തൊരു ആർട്ട് വർക്കാണ്. ആർട്ട് വർക്ക് കുളമായിപ്പോയുണ്ട്. അതിനകത്തൊരു ബ്ലാക്ക് പെയിൻറ്റും ഒഴിച്ച് ഈ നമ്മൾ കഥകളിയുടെ ഔട്ടർ ഫ്രെയിം ഈ ക്യാൻവാസിലോട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം എങ്ങനെയാണ് മുഖം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഫ്രെയിം ഒന്ന് പടം വരച്ച് എടുക്കുക. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ആർട്ട് വർക്ക് പറഞ്ഞില്ലല്ലോ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കൊളാജ് ആർട്ടാണ്. കൊളാജ് ആർട്ട് എന്ന് പറയുന്നത് വിവിധ ചിത്രരൂപങ്ങളുടെ സംയോജിതമായ മറ്റൊരു ചിത്രരൂപം സൃഷ്ടിക്കുന്ന ഒരു ദൃശ്യ കലാരൂപമാണ് കൊളാജ് എന്ന് പറയുന്നത്. ഇത് പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ സ്റ്റൈൽ ഓഫ് ആർട്ട് വർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പുതുമയോടുകൂടി കലാരൂപമായി വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അപ്പം ഇത് യൂസ് ചെയ്യുന്ന സാധനങ്ങളെന്ന് പറയുന്നത് പഴയ മാഗസീനുകൾ, ന്യൂസ് പേപ്പർ ക്ലിപ്പിങ്ങുകൾ, റിബണുകൾ, പെയിൻറ്റുകൾ, ഇതേപോലെയുള്ള പല സാധനങ്ങളും വെച്ച് നമ്മൾ ഒട്ടിച്ച് ഉണ്ടാക്കുന്ന ഒരു പുതിയൊരു ആർട്ട് വർക്കാണ്. അപ്പം ഈ കഥകളിയുടെ ഫ്രെയിം ആയതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ ആദ്യമേ തന്നെ വന്നു, നമ്മുടെ കേരളത്തിൻ്റേതായ ചിത്രങ്ങളാണ് ഇതിനകത്ത് ഒട്ടിക്കേണ്ടതെന്നുള്ളത്. അപ്പം ഞാൻ കുറേ മാഗസീൻസൊക്കെ നോക്കിയെന്നുണ്ടെങ്കിലും എനിക്കത്ര തൃപ്തി പോയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ മൊബൈലിലൂടെ പല എന്ന് വെച്ചാൽ നമുക്ക് കേരളത്തിൻ്റേതായ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെയുണ്ട്, നമുക്ക് കഥകളിയുണ്ട്, മോഹിനിയാട്ടമുണ്ട്, തിരുവാതിര, ചീനവല, കളരിപ്പയറ്റ്, ഓട്ടംതുള്ളൽ, തെയ്യം, ആറന്മുളക്കണ്ണാടി, കൽവിളക്ക്, തുളസിത്തറ, നമ്മുടെ സദ്യ, വിഷുക്കണി, വിഷുവിൻ്റെ വിഷുക്കണി, സെക്രട്ടേറിയറ്റ്. നമ്മുടെ മനസ്സിലോട്ട് ഒരു കേരളം എന്ന് നമുക്ക് കേൾക്കുമ്പം മനസ്സിലോട്ട് വരുന്ന ആ സൗന്ദര്യം മുഴുവൻ എന്തൊക്കെയുണ്ടോ, നമ്മുടെ പുലികളി ഉൾപ്പെടെ അങ്ങനെയുള്ള പല ചിത്രങ്ങളും നെറ്റിലൂടെ ഞാൻ എന്ത് ചെയ്തു, ഇതെല്ലാം ഫോട്ടോ ആക്കി എടുത്തു. എന്നിട്ട് ഇതിനെ ആ ബോർഡേഴ്സ് മുഴുവൻ തന്നെ നമ്മൾ കീറണം. എന്നിട്ട് അത് ആ ഒരു ഭംഗിയിൽ തന്നെ അറേഞ്ച് ചെയ്യുമ്പോഴാണ് എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മൾ സാധാരണ ഒരു കട്ട് ചെയ്യുന്ന ആ സിമെട്രിയിലല്ല, അല്ലാതെ ഒരു സിമെട്രിയിൽ, പക്ഷേ ആ സൗന്ദര്യം പോകാത്ത രീതിയിൽ നമ്മൾ ഈ ചിത്രങ്ങളെ പതുക്കെ ബോർഡറൊക്കെ സൂക്ഷിച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്ത് അത് അറേഞ്ച് ചെയ്ത് വെക്കണം. പിന്നെ ഈ അറേഞ്ച് ചെയ്ത് വയ്ക്കുമ്പം എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മളൊരു ബോർഡർ ആദ്യം കൊടുത്തല്ലോ, പെൻസിൽ വെച്ചൊരു ബോർഡർ കൊടുത്തു. ആ പെൻസിൽ വെച്ചുള്ള ആ ബോർഡറിനകത്ത് തന്നെ ഈ ചിത്രങ്ങളെ നിർത്താൻ നോക്കണം. പിന്നെ ചെറിയ ചരിവുകളൊക്കെ ആകാം, എന്നാലും ഒരുപാടങ്ങ് ചരിച്ച് ഒരുപാടങ്ങനെ വയ്ക്കുന്നത് അത്ര സൗന്ദര്യമുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല. അപ്പം ഈ ചിത്രങ്ങളിൽ ഒക്കെ വയ്ക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷമാണ് തോന്നിയത്. എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞ ശേഷം ഞാൻ ബോർഡറിൽ മിറർ വർക്ക് കൂടെ കൊടുത്തു. ആ മിറർ ബാക്കിയുള്ളത് കൊണ്ടാണ് അത് കൊടുത്തത്. ആ മിറർ വർക്ക് കൊടുക്കുമ്പം ആ ഒരു ഫ്രെയിമിന് തന്നെ ഒരു എടുപ്പ് വന്നു. എന്നിട്ട് എനിക്ക് പിന്നെ തോന്നി, ഇപ്പം ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല, അതിൻ്റെ ചുറ്റുമായിട്ട് നമ്മുടെ ഒരു റെഡ് ആൻഡ് യെല്ലോ കളർ ഒരു ബോർഡറും കൂടെ ആ കഥകളിയുടെ മുഖത്തിന് ഞാനൊന്ന് കൊടുത്തായിരുന്നു. കാരണം എന്താ വെച്ചാൽ ആ മുഖത്തിന് കുറച്ചും കൂടി ഒരു എടുപ്പ് കിട്ടിയാലേ അത് കഥകളിയാണ് എന്നുള്ളത് കുറച്ചും കൂടി എടുത്തറിയുള്ളൂ. പിന്നെ ആ റെഡ് ആൻഡ് യെല്ലോ കൊടുത്തത് നമ്മുടെ കഥകളിയുടേതായ ആ ഒരു കളർ കോമ്പിനേഷൻ ആയതുകൊണ്ടാണ്. അപ്പം ഞാൻ ഒട്ടിച്ച ചിത്രങ്ങളെല്ലാം കണ്ടല്ലോ. If you like this video, like, share and subscribe to Cap Creation.